ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഫാമിലി ട്രിപ്പ് പോവാട്ടോ. എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ വേളാങ്കണ്ണി വരെയാണ് പോകുന്നത്. ഞങ്ങൾക്ക് അവിടെ നേർച്ചയുണ്ട്, മോന് വേണ്ടിയിട്ടുള്ള നേർച്ച കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. ഇച്ചിരി ലേറ്റായി പോയെങ്കിലും ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് അവിടെ വൈകുന്നേരം 7:30 ട്രെയിൻ കേട്ടോ. ഞങ്ങൾ ആലുവ വരെയാണ് പോകുന്നത്. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ട്രെയിനിലുള്ള കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബുക്ക് ചെയ്യാത്തത് കാരണം ഭയങ്കര എന്താ പറയുക, ഇരിക്കാൻ പോലും സീറ്റ് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ മോളൊക്കെ ഉള്ളത് കാരണം ഭയങ്കരമായിട്ട് ഞങ്ങൾ വിഷമിക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. അപ്പോൾ 1:30 ആയപ്പോഴേക്ക് വെളുപ്പിന് 1:30 ആയപ്പോഴേക്കാണ് ഞങ്ങൾ ആലുവ സ്റ്റേഷനിലെത്തിയത്. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നേരെ ഞങ്ങൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോയി അവിടുന്ന് കഴിച്ചിട്ട് നേരെ ആൻറ്റിയുടെ വീട്ടിലായിട്ട് പോയത്. നമ്മുടെ ആലുവ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ ആന്റിയുടെ വീട്. ഇത് അത്രയും അടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിള്ളേരാണെങ്കിൽ ട്രെയിൻ കണ്ട് കണ്ട് അത്രയ്ക്കും മതിയായിട്ടുണ്ട് പിള്ളേർക്ക്. മുറ്റത്തിറങ്ങിയാൽ ഇതാണ് കാഴ്ച. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ആന്റി രാത്രിത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ തന്നു വിട്ടിട്ട് ഞങ്ങൾ നേരെ ആലുവയിൽ നിന്ന് മെട്രോ പിടിച്ചു നേരെ സൗത്തിലേക്ക്, എറണാകുളം സൗത്തിലേക്കാട്ടോ പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് മെട്രോയിൽ കയറുന്നത്. ഞാനും ഇച്ചാനും പിള്ളേരും ഡാഡി മമ്മിയൊക്കെ നേരത്തെ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടിച്ച് പൊളിച്ച് മെട്രോയിൽ അങ്ങ് പോയി. അത് കഴിഞ്ഞ് നേരെ പിന്നീട് ഞങ്ങൾക്ക് രാത്രി 8:30 ഞങ്ങൾക്ക് വേളാങ്കണ്ണിയിലേക്കുള്ള ട്രെയിൻ കേട്ടോ. ഞങ്ങൾ പുതപ്പൊക്കെ എടുക്കാൻ വിട്ടുപോയായിരുന്നു ഗൈസ്. അതുകൊണ്ട് നല്ല തണുത്ത് വിറങ്ങലിച്ചാണ് ഞങ്ങൾ അവിടം വരെ എത്തിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ഫുൾ ലെങ്ത് ആവും. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ പെട്ടെന്ന് ഇടാം കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ബൈ.